ആർ.വി. ബാബു, അങ്ങ് അതിന് ഒരു മറുപടി നൽകണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭവും ഹൈന്ദവ സംഘടനകൾ നടത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് സഹയാത്രികൻ പറയുന്നത്. നടത്തിയിട്ടില്ലെന്നുള്ളതല്ല കേട്ടോ, അതെ, തീവ്രമായ രീതിയിൽ സമരം നടത്തിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇതിനകത്ത് ശ്രീകുമാർ പറഞ്ഞ ഒരു വിഷയം വളരെ പ്രസക്തമാണ്. നമ്മുടെ വിശ്വാസികൾക്ക് ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞങ്ങള് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തില്, ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 20 AC ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ദേവസ്വം ഓഫീസിനകത്ത് കയറി ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകര് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊരാവച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് വലിയ തോതിലുള്ള മാർച്ച് നടത്തി. അതേപോലെ ഇപ്പോ ടെമ്പിൾ പാർലമെന്റ് നടത്തി. ഇതെല്ലാം ജനങ്ങളെ അവെയർ ചെയ്യുന്ന തരത്തിൽ നാമജപ ഘോഷയാത്രകള് പല സ്ഥലങ്ങളിലും നടത്തി. പക്ഷേ ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. നമ്മുടെ ഭക്തജനങ്ങളുടെ ഉള്ളിൽ ഈ വിശ്വാസത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന തീവ്രത പലപ്പോഴും ക്ഷേത്രങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോ ആചാരങ്ങളിൽ ഒരു ലോപം സംഭവിക്കുമ്പോൾ, ആചാരങ്ങളിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവിടുത്തെ വിഗ്രഹം അടിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ തിരുവാഭരണം അടിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്നില്ല, ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ വിശ്വാസികളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ കാര്യത്തിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ. ആ കാര്യത്തിൽ ഇപ്പോ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ വിഷയത്തിൽ തീവ്രമായി രംഗത്ത് വരുന്ന പോലെ തന്നെ ക്ഷേത്രത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്ന കാര്യത്തിലും അതേ തീവ്രതയോടെ രംഗത്ത് വരേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഭക്തജനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് വരണം എന്ന അഭിപ്രായം തന്നെയാണ്. ശ്രീകുമാറിന്റെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു. പക്ഷേ സംഘടനാപരമായി ഞങ്ങളത് ഏറ്റെടുത്തില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് വസ്തുതാപരമല്ല. ആ വിഷയം ഞങ്ങൾ ശക്തമായിട്ട് ഏറ്റെടുക്കുകയും സമരപരിപാടികൾ നടത്തുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ടെമ്പിൾ പാർലമെന്റ് അടക്കം ആ വിഷയമാണ്, ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ വിഷയമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ദേവസ്വം ബോർഡുകൾ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പൊളിച്ചെഴുത്തിന് വിധേയമാകണം. ഇപ്പോൾ തന്നെ നോക്കൂ, കെ ജയകുമാറിന് നിശ്ചയിച്ചത് ആരാ? കെ ജയകുമാറിന് നിശ്ചയിച്ചത് CPM സെക്രട്ടേറിയറ്റ് ആണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിക്കേണ്ടത് ഹിന്ദു MLA-മാരും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിലെ ഹിന്ദു മന്ത്രിമാരും ഒക്കെയാണ് ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കേണ്ടത്. പക്ഷെ ആരെയാണ് നിശ്ചയിക്കുന്നത്? CPM സെക്രട്ടറി നിശ്ചയിക്കും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിശ്ചയിക്കും. കെ രാജു ദേവസ്വം മെമ്പറായി. എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ്, എന്താണ് ഒരു ദേവസ്വം മെമ്പർ ആവാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യോഗ്യതയെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കരിയർ ഉണ്ട്, അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. ഓക്കെ, ഞാൻ അതിനെ തർക്കിക്കുന്നില്ല. പക്ഷെ ഒരു ദേവസ്വം മെമ്പർ ആവാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? അപ്പോ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് മെമ്പർമാരാകാൻ, ദേവസ്വം ബോർഡ് ഭരിക്കാൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രാവീണ്യം ഉണ്ടായാൽ മതി എന്ന ചുരുങ്ങിയ ഒരു നിലവാരം വെച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. സത്യസന്ധരായ, കാര്യശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള, വിശ്വാസമുള്ള, ക്ഷേത്രത്തോട് ഭക്തിയുള്ള, ക്ഷേത്ര ആചാരങ്ങളിൽ വിശ്വാസമുള്ള ആളുകൾ, അവരെ തെരഞ്ഞെടുക്കാൻ ഭക്തജനങ്ങൾക്ക് സൗകര്യം കിട്ടണം, ഭക്തജനങ്ങൾക്ക് അതിനുള്ള അവകാശം കിട്ടണം. ആ അവകാശം നിഷേധിക്കപ്പെടുകയാണ്. ഭക്തജനങ്ങൾക്ക് അവരുടെ ക്ഷേത്രം ഭരിക്കാനുള്ള ആളുകളെ നിശ്ചയിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ആ പ്രശ്നം അഡ്രസ് ചെയ്താൽ മാത്രമേ ശാശ്വതമായി ക്ഷേത്രഭരണം സുതാര്യമായി നടക്കൂ എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ വിഷയമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ന് ശബരിമലയിലെത്തിയ 2 തീർത്ഥാടകരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ഒന്ന് കണ്ടുപോകേണ്ടതുണ്ട്. ഈ ചർച്ച പോലും നടത്തുന്നത് അത്തരത്തിൽ അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുണ്ടാണല്ലോ. എരുമേലിയിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. பாத்ரூம் இது ரொம்ப மும்முரமான உள்ள பாத்ரூம், மெயின் பாத்ரூம். கண்டிப்பா இது ஓபன் பண்ணணும் தானே. சோ இது ஓபன் பண்ணாம மத்த பாத்ரூம் ஓபன் பண்ணி என்ன பண்ணுறது? ஆமாவா இல்லையா? இது கோயில் தேவஸ்தானம், அது கண்டிப்பா இந்த பாத்ரூம் தானே ஓபன் பண்ணணும். சோ இதை ஓபன் பண்ணாம அங்கேயும் இங்கேயும் அலையிறது ரொம்ப கஷ்டமா இருக்கு. இப்ப பாரு, பொம்பளைங்க எப்படி போவாங்க? ஆம்பளை பரவாயில்ல ஏதோ போயிருவாங்க, பொம்பளைங்க எப்படி போவாங்க? சோ இந்த மெயின் பாத்ரூம். சோ மெயின் பாத்ரூமே ஓபன் பண்ணாம நாங்களா எங்க போறது? ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ലേലത്തിൽ പോയില്ല എന്നുള്ളതാണ്. ഒരു ബാത്റൂം മാത്രമേ നിലവിൽ ഇപ്പോൾ ലേലത്തിൽ പോയിട്ടുള്ളൂ. പക്ഷേ ശബരിമല തീർത്ഥാടനമായിട്ട് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുന്നതും ഒക്കെ എരുമേലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അതിനോട് അടുത്തുള്ളൊരു ബാത്റൂമാണ് ഈ ലേലത്തിൽ പോകാത്തത്. അതുകൊണ്ട് നിലവിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സ്വകാര്യ
കക്കൂസുകളെയും ബാത്റൂമുകളെയൊക്കെ സംരക്ഷിക്കേണ്ട ബാത്റൂമിലൊക്കെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒന്നില്ലെങ്കിൽ അത് ദേവസ്വം ബോർഡ് തന്നെ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ലേലം ചെയ്യാനുള്ള വ്യവസ്ഥ ചെയ്യുക. ലേലം വന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് അത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫിന്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇത് അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ല എന്നതിൻ്റെ വളരെ കൃത്യമായ തെളിവാണ്. ഇതെങ്കിലും ഉറപ്പുവരുത്തണ്ടേ ഈ തീർത്ഥാടന കാലത്ത്? ഒരു പരിഹാരം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നിങ്ങൾക്ക് ഇപ്പം ശ്രീ ആർ വി ബാബു പറഞ്ഞു ഇതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങൾ. നമ്മളെ മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ സാറിനെ പറ്റി എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വരുന്നതിൽ ആർക്കും താല്പര്യം കുറവില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രീ രാജുവിനെ ബോർഡ് മെമ്പറിനെ ഇപ്പോൾ വന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ഇവിടെ മന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ച ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിനെയും കൂടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ശബരിമലയിൽ നിങ്ങൾ വേറെ ആളിനെയൊക്കെ പരിഗണനയും കാട്ടി ഗവൺമെൻറ് പരിഗണിച്ചതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരാണ്. ഏറ്റവും ഉത്തമമായ ശബരിമലയെ കുറ്റമറ്റ രീതിയിൽ ഏതൊരു ഒറ്റമൂലി മാത്രമാണ് അഡ്വക്കേറ്റ് സതീഷ്. അല്ലല്ല, ഒറ്റമൂലിയല്ല, അതൊക്കെ റെഡിയായിട്ട് വരുന്നേ.